നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായി പ്രവർത്തിച്ചത് ശൈലജയായിരുന്നു. 5 വർഷം ആരോഗ്യമന്ത്രി കസേരയിലിരുന്നപ്പോൾ ഫയർ മേധാവി, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂവിലെ അഗ്നിശമന സേനാ മേധാവികൾ കൊടുക്കുന്ന സകല റിപ്പോർട്ടുകളും സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചു. അതിനുശേഷം നേവിയുടെ, അതായത് ജോയ് ചീഫ് സെക്രട്ടറി ആയി വന്ന സമയത്ത് നേവി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒരു ഫയർ ഓഡിറ്റ് ഒക്കെ നടത്തി. ആ റിപ്പോർട്ട് കൊടുത്തപ്പോഴും നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലടക്കം കേരളത്തിൽ പ്രവർത്തിക്കുന്ന വമ്പൻ കെട്ടിടങ്ങളിലടക്കം ഏത് സമയത്തും വേണമെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതും സർക്കാർ മുഖവിലയ്ക്ക് എടുത്തില്ല. അപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒന്നാം പ്രതിയായി ശൈലജയെ കേസെടുക്കേണ്ടതുണ്ട്, അതായത് ഒന്നാം പ്രതിയാക്കി കേസെടുക്കേണ്ടതുണ്ട്. രണ്ടാമത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് നേരെയും രണ്ടാം പ്രതിയായി കേസെടുക്കേണ്ടതുണ്ട്. നിലവിൽ എന്താണ് സംഭവം? നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ ICUവിൽ ഉണ്ടായ തീപിടുത്തം അപ്രതീക്ഷിതമായിരുന്നില്ല, മറിച്ച് അധികൃതർ വരുത്തിവെച്ച ഒരു തീപിടുത്തമായിരുന്നു. ആശുപത്രികളിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളെ, അതിന്റെ പാളിച്ചകളെ കുറിച്ച് 2021 തന്നെ കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും സർക്കാർ ഇത് ഗൗരവത്തിൽ എടുത്തില്ല എന്നതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം. 5 വർഷം മുമ്പ് കോവിഡ് കാലത്ത് നൽകിയ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ തീപിടുത്തം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികൾ തീപിടുത്തം ഉണ്ടാകുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 2021 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ ആശുപത്രികൾ അഗ്നിസുരക്ഷാ ഓഡിറ്റിന് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെയുള്ള പ്രധാന ആശുപത്രികൾ ഫയർ ഓഡിറ്റ് നടത്തുന്നതിൽ വലിയ വീഴ്ച വരുത്തിയെന്ന് അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ICUകളിൽ ഓക്സിജൻ സപ്പോർട്ടും അതോടൊപ്പം തന്നെ വലിയ യന്ത്ര സാമഗ്രികളും വർദ്ധിച്ച സാഹചര്യത്തിൽ അപകട സാധ്യത ഇരട്ടിയാണെന്ന് വിദഗ്ധർ അന്ന് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായിരുന്നു. 2021 മെയ് മാസത്തിൽ കേരള ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം സദേൺ നേവൽ കമാൻഡിലെ വിദഗ്ധ സംഘമാണ് സർക്കാർ ആശുപത്രികളിൽ ഫയർ ഓഡിറ്റ് നടത്തിയത്. അതായത് കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അവരൊരു ഫയർ ഓഡിറ്റ് നടത്തി. കൊച്ചിയിലെ INS വെണ്ടൂരുത്തി മുതൽ ഏഴിമല നാവിക അക്കാദമിയിലെയും കോയമ്പത്തൂരിലെ INS അഗ്രാണിയിലെയും ഉദ്യോഗസ്ഥരടങ്ങിയ 27 ടീമുകളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ 140ഓളം സർക്കാർ ആശുപത്രികളിലും മറ്റ് ആശുപത്രികളിലും പരിശോധന പൂർത്തിയാക്കിയത്. ICUകളിൽ ഓക്സിജൻ ലൈനുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും അത് നേരിടാനുള്ള സജ്ജീകരണങ്ങളുടെ കുറവും നേവി അന്ന് കൃത്യമായി തന്നെ അക്കമിട്ടുകൊണ്ട് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയുടെ മുന്നിലും മുഖ്യമന്ത്രിയുടെ മുന്നിലും സമർപ്പിച്ചതാണ്. എന്നാൽ ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടു. ഓക്സിജൻ ചോർച്ച തടയുന്നതിനുള്ള പരിശീലനം, ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുടെ കൃത്യമായ പരിശോധന, രോഗികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള പ്ലാൻ എന്നിവ നടപ്പാക്കണമെന്ന് അന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മെഡിക്കൽ കോളേജ് അധികൃതർ ഇത് അവഗണിക്കുകയാണ് ഉണ്ടായത്. അഗ്നിശമന സേന നൽകിയ അടിസ്ഥാന പ്ലാനുകൾ പോലും ആശുപത്രികളിൽ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന് അന്നത്തെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ നേവി ചൂണ്ടിക്കാട്ടിയതാണ്. ചൊവ്വാഴ്ച രാവിലെ സർജിക്കൽ ICUവിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് വലിയ പരിഭ്രാന്തിയാണ് മെഡിക്കൽ കോളേജിൽ സൃഷ്ടിച്ചത്. അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ടാങ്കുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കണമെന്നുള്ള 2021 നിർദ്ദേശങ്ങൾ ഇന്നും പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല. മെഡിക്കൽ കോളേജ് പോലെ ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരിടത്ത് ഇത്തരം സാങ്കേതിക പരിശോധനകൾ ഉണ്ടാകുന്ന വീഴ്ച ഒരു ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ്. വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ചത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ M. ബോഗ്രാഡെ പ്രിവെന്റീവ് ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പഴയ റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകളും എന്തുകൊണ്ടാണ് നടപ്പാക്കിയില്ല എന്ന ചോദ്യത്തിന് മറുപടിയില്ല. കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ സെക്രട്ടറി തന്നെ ഇന്നലെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്, ആരോഗ്യ മന്ത്രിയും റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നീട് അത് വിസ്മരിക്കുകയും ചെയ്യുന്ന പതിവ് ശൈലിയാണ് മെഡിക്കൽ കോളേജിനെ ഈ അപകടത്തിലേക്ക് എത്തിച്ചത്. ഇന്നലെ അപകടമുണ്ടായി, ഇന്നലെ വൈകുന്നേരം വരെ ആയിരുന്നിട്ടും ഒരു ഉദ്യോഗസ്ഥ, അതായത് സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരും തന്നെ, ആരോഗ്യമന്ത്രി വീണ ജോർജോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ആരും തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല. പതിവ് രീതി പോലെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട്. റിപ്പോർട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയെ വിളിച്ചിട്ട് റിപ്പോർട്ട് ഹാജരാക്കാൻ പറയുന്നു. KSEBയിലെ ഡയറക്ടറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിക്കൽ ടീമിനെ വിളിച്ചിട്ട് റിപ്പോർട്ട് ഹാജരാക്കാൻ പറയുന്നു എന്നുള്ള പതിവ് ശീലം അല്ലെങ്കിൽ പതിവ് തന്ത്രം മാത്രമാണ് ഇന്നലെ വീണ ജോർജ് പഴിച്ചത്.